പ്രിയമുള്ളവരെ, ഇന്ന് എന്നോടൊപ്പമുള്ളത് മൈ ചർച്ചിൻ്റെ സ്ഥാപകൻ എ.വി. തോമസ് അച്ചായനാണ്. ഇന്ന് അച്ചായനോട് ചില കാര്യങ്ങൾ ചോദിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഞാനൊരു അച്ചായൻ്റെ ഒരു വീഡിയോ കാണുവാനിടയായി. അന്നേരം അച്ചായനതിൽ പിശാചിൻ്റെ ചട്ടുകങ്ങൾ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് ഈ ആത്മീയ മണ്ഡലത്തിലുള്ള ചില ആത്മീയ കച്ചവടക്കാരെ അച്ചായൻ വളരെ നിശിതമായി വിമർശിക്കുന്നത് കണ്ടു. പ്രത്യേകിച്ച് അത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ ഒരു അവയർനെസ് നൽകുന്ന ഒരു ടോക്കായിട്ട് എനിക്ക് തോന്നി. അന്നേരം അച്ചാൻ ഇന്ന് എൻ്റെ ഒപ്പം ഉള്ളപ്പോൾ ഞാൻ ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നത്, അച്ചായൻ ഈ പിശാചിൻ്റെ ചട്ടുകങ്ങൾ എന്ന് പറഞ്ഞ് യഥാർത്ഥത്തിൽ ഉദ്ദേശിച്ചത് ആരെയാണ്? എന്തുകൊണ്ട് അച്ചാൻ അപ്രകാരം ഒരു വിശേഷണം നൽകി? ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒന്നാമതായി ഞാൻ പറഞ്ഞുകൊള്ളട്ടെ, മൈ ചർച്ചിൻ്റെ സ്ഥാപകൻ യേശുവാണ്. ആ മൈ ചർച്ചിൻ്റെ ശുശ്രൂഷകരിൽ ഒരു ചെറിയ ഒരു ശുശ്രൂഷകനാണ് ഞാൻ. ഈ ചോദിച്ച ചോദ്യം, പിശാചിൻ്റെ ചട്ടുകങ്ങൾ എന്നുള്ളത് എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് വളരെ സങ്കടം ഉണ്ടാക്കിയ ഒരു സബ്ജക്റ്റാണിത്. അവരെ ഉപയോഗിക്കുന്നത് അവരല്ല, അവരുടെ മനസാക്ഷി മരവിച്ചു പോയി. പിശാച് അവരെ വഞ്ചിച്ചു. അത് കാരണത്താൽ ഇപ്പോൾ അവർ വെറും ചട്ടുകം മാത്രമാണ്. ആരുടെ കയ്യിൽ? പിശാചിൻ്റെ കയ്യിൽ. ഞാൻ ഉദാഹരണമായിട്ട് നിങ്ങൾക്ക് വളരെ പരിചയമുള്ളതും നിങ്ങൾക്കറിയാവുന്നതുമായ 1-2 ആൾക്കാരുടെ പേര് പറയാം. പേര് പറയുന്നത് എന്തിനാണെന്ന് വെച്ചിരുന്നാൽ കൂടുതൽ വിവരിക്കാതെ നിങ്ങൾക്ക് നിങ്ങൾ മനസ്സിലാക്കട്ടെ എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ പറയുന്നത്. ഒന്ന്, രവി സക്കറിയ. അദ്ദേഹം ഡോക്ടറേറ്റുള്ള ആളാണ്. ലോകം മുഴുവൻ സുവിശേഷ ഘോഷണം നടത്തി ഒരുപാട് പേരെ സുവിശേഷ ഘോഷണത്തിന് വിധേയരാക്കിയ ഒരു മനുഷ്യനാണ് അദ്ദേഹം. പ്രഭാഷണത്തിന് വളരെ പ്രതിഭയുള്ള വ്യക്തിയാണ്. എല്ലാ തരത്തിലും ഞാൻ അയാളെ വളരെ ഇഷ്ടപ്പെടുന്ന ആളായിരുന്നു. ഈ ദൈവത്തിൻ്റെ മഹത്വം അങ്ങ് വിസ്മരിച്ചിട്ട് സാത്താന് തന്നെ കൈകാര്യം ചെയ്യാനായിട്ട് പുള്ളി വിട്ടുകൊടുത്തു. അതുകൊണ്ട് എന്ത് സംഭവിച്ചെന്നോ, അദ്ദേഹം വീണുപോയത് വാസ്തവത്തിൽ ദൈവത്തിൻ്റെ പ്രഭാഷകന്മാർ വീണു പോകുന്നതിന് 3 കാരണങ്ങളാണുള്ളത്. ഒന്ന്, ജെസബൽ എന്ന് പറഞ്ഞിരുന്നാൽ ഏലിയാവിൻ്റെ കാലത്ത് ജീവിച്ചിരുന്ന ഒരു രാജ്ഞിയാണ്. പക്ഷേ ഇന്ന് പാതാളത്തിലെ വേശ്യകളുടെ രാജ്ഞിയായിട്ട് അവൾ ജീവിക്കുന്നുണ്ട്. പിശാചാണ്. ഇവളാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ വഴിതെറ്റിച്ചിട്ട് സെക്സിനകത്ത് എന്തോ വലിയ കാര്യമുണ്ടെന്ന് പറഞ്ഞ് കൊണ്ടുവന്ന് അവരെ കൊണ്ട് പാപം ചെയ്യിക്കുന്നത്. ഈ മനുഷ്യൻ ഇതിൽ വീണുപോയി. ഒടുവിൽ എന്ത് സംഭവിച്ചു? അയാളുടെ പേര് കേട്ട സുവിശേഷ ഘോഷണം 0 ആയി മാറി. അയാൾ ഒരു നട്ടലിന് ക്യാൻസർ പിടിച്ച ഒരു രോഗിയായി മാറി. വേദന സഹിക്കവയ്യാതെ അയാൾ മരിച്ചു പോയപ്പോൾ ഒരുപാട് പേര് അവരുടെ വീട്ടിലേക്ക് ഫോൺ ചെയ്യുന്നു. ഒരുപാട് സ്ത്രീകൾ ഫോൺ ചെയ്യുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഒരു മകളും, പ്രായമായ മകളാണ്, അവർ ഇതിനെന്തെങ്കിലും ഒരു പ്രതിവിധി വേണമല്ലോ എന്ന് വിചാരിച്ചിട്ട് അമേരിക്കയിലുള്ള ഒരു ഡിറ്റക്റ്റീവ് ഏജൻസിയെ ഏർപ്പെടുത്തി. അവർ കണ്ടുപിടിച്ചു. അവരൊരു റിപ്പോർട്ട് തന്നെ അങ്ങ് സമർപ്പിച്ചു. ഓഫ് കോഴ്സ് കോൺഫിഡൻഷ്യലാണ്. ഇത് അമേരിക്കയിൽ പരസ്യമായതിനു ശേഷമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. എന്ത് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, ഈ മനുഷ്യൻ മരിക്കുന്നതിന് മുൻപ് 200-ൽ പരം സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. അത് അയാളെ, എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, ഇസബൽ അയാളെ ചതിച്ചതാണ്. അയാൾക്ക് ക്യാൻസർ വരാം, ആർക്കും വരാം. പക്ഷേ നട്ടെല്ലിന് ക്യാൻസർ വന്നു എന്ന് പറഞ്ഞാൽ അതിനൊരു പ്രത്യേകതയുണ്ട്. ഈ മനുഷ്യൻ്റെ സെക്സ് ഓർഗനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നട്ടെല്ലാണ്. നട്ടെല്ലിന് ക്യാൻസർ വന്നിട്ട്
അതിഭയങ്കരമായ വേദന ഇയാൾ അനുഭവിച്ചു. അപ്പോൾ നമ്മൾ എന്ത് കാര്യവും പഠിക്കേണ്ടത് വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ പൗലോസ് അപ്പോസ്തലൻ 1 കൊരിന്ത്യർ 5:5 ഒരു മഹദ്വചനം പറയുന്നു. അവസാന നാളിൽ ആത്മാവ് രക്ഷ പ്രാപിക്കേണ്ടതിന് അവനെ ജഡസംഹാരത്തിനായി സാത്താന് ഏൽപ്പിച്ചു കൊടുക്കുക എന്ന് കൽപ്പിക്കുന്നു. ആ സെൻറ്റൻസ് ഒന്ന് ഓർക്കണമേ. ജഡസംഹാരത്തിനായി ജീവിച്ചിരിക്കുന്ന ഈ മനുഷ്യനെ ജഡസംഹാരത്തിനായി സാത്താനെ ഏൽപ്പിച്ചു കൊടുക്കുക എന്ന് വിധിച്ചിരിക്കുന്നു, കൽപ്പന. അങ്ങനെയാണ് അയാൾ ഈ വേദന മുഴുവനും കടിച്ച് ഇറക്കിയത്. ഈ മനുഷ്യനെ പിശാച് ഒരു ചട്ടുകമായി ഉപയോഗിച്ചതാണെന്ന് പറഞ്ഞിരുന്നാൽ നിങ്ങൾക്ക് ഒബ്ജക്ഷനൊന്നും കാണുകയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അയാൾ ഒരു പ്രസിദ്ധനായ ഒരു പ്രാസംഗികനായിരുന്നു. ഫിലിപ്പൈൻസിലുള്ള ഒരു സ്ത്രീക്ക് ഒരു നൈറ്റിൽ $1 ബില്യൺ കൊടുത്താണ് ഇയാൾ വ്യഭിചാരം ചെയ്തത്. ഇത് ഞാൻ പറഞ്ഞ എന്തിനാണെന്നറിയാവോ? ഈ പണമൊന്നും അയാൾ അധ്വാനിച്ചതല്ല, ഒട്ടും വിയർത്തിട്ടില്ല. ഇതെല്ലാം സാധുക്കളുടെ, അതായത് നമ്മുടെ ഭാഷയിൽ പറഞ്ഞിരുന്ന പപ്പടക്കാരൻ്റെയും മീൻകാരൻ്റെയും കൂലിക്കാരൻ്റെയും ചട്ടിയിൽ കൈയിട്ട് വാരി കൊടുത്തതാണ് $1 ബില്യൺ. ഇത് നമ്മുടെ ദൈവം ഒരിക്കലും നോക്കിയിരിക്കുകയില്ല. ചിലപ്പോൾ ദൈവം എളുപ്പം വിധി കൽപ്പിക്കും. അങ്ങനെയാണോ എന്നെനിക്കറിയില്ല. പക്ഷേ ഡോക്ടർ രവി സക്കറിയ എന്ന് പറഞ്ഞ പ്രശസ്തനായ പെന്തക്കോസ്ത് പ്രഭാഷകൻ ഇങ്ങനെ വരാതെ വണ്ണം പിശാചിൻ്റെ ഒരു ചട്ടുകമായി കടന്നുപോയി. ഒന്ന് ഇത്. രണ്ടാമത് ഞാനൊന്ന് പറയാം. അതായത് നമുക്കെല്ലാം വളരെ പരിചയമുള്ള ആളാണ്, ഈ അടുത്ത കാലത്ത് മരിച്ചു പോയതാണ് കെ പി യോഹന്നാൻ. കെ പി യോഹന്നാൻ 60കളിലും 70കളിലും ഉഗ്രൻ ഒരു റേഡിയോ പ്രഭാഷകനായിരുന്നു. സിലോണിൽ നിന്നും അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രഭാഷണങ്ങൾ ഞാനിപ്പോഴും ഓർക്കുന്നു. വളരെ മനോഹരമായിരുന്നു. അന്നെല്ലാം അദ്ദേഹം ഈ ഓർത്തഡോക്സ് പ്രീസ്റ്റുമാരെ വളരെ നിശിതമായിട്ട് വിമർശിക്കുമായിരുന്നു. കാരണം അവരിട്ടേക്കുന്ന ആ ഡ്രസ്സ് നോക്കിക്കോണം. കുറേ കാലം കഴിഞ്ഞ ഉടനെ ഈ ആളിനെ മാമോൻ എന്ന് പറഞ്ഞിരുന്നാൽ ലൂസിഫറിൻ്റെ വലത്ത് കൈയാണ്, ഫൈനാൻഷ്യൽ മിനിസ്റ്ററാണ്. അവൻ ഇദ്ദേഹത്തെ പിടിച്ചു. ഇദ്ദേഹത്തിന് വാസ്തവത്തിൽ ഭാര്യയുടെ വകയായിട്ട് ലഭിച്ച സ്വത്തുക്കൾ ധാരാളം ഉണ്ടായിട്ട് പോലും സുവിശേഷ ഘോഷണത്തിൽ ഒരുപാട് പണം കുത്തിവാരി. ഈ കുത്തിവാരിയതെല്ലാം അദ്ദേഹത്തിൻ്റെ പേരിലും കുടുംബത്തിൻ്റെ പേരിലും എല്ലാം ഇൻവെസ്റ്റ് ചെയ്ത്. ഇതെല്ലാം നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളാണ്. ഒടുവിൽ എന്ത് സംഭവിച്ചു? പിശാചിൻ്റെ പിടിയിലായി. പണമാണ് അല്ലെങ്കിൽ മാമോനാണ് അതിന് കാരണക്കാരനെന്ന് നമുക്കെല്ലാം അറിയാവുന്ന ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ സ്നേഹിതന്മാർ തന്നെ അദ്ദേഹത്തെ കാർ ഇടിപ്പിച്ച് അമേരിക്കയിൽ വെച്ച് കൊന്നുകളഞ്ഞു. കൊന്നുവെച്ചാൽ അന്നേരം മരിച്ചെങ്കിൽ സാരമില്ലായിരുന്നു. ഏകദേശം ഒരാഴ്ച ആശുപത്രി കിടന്നു. ഇതെല്ലാം നിങ്ങൾക്കറിയാവുന്ന ഈ അടുത്ത സമയത്ത് നടന്നതായതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും മറക്കത്തില്ലെന്ന് എനിക്കറിയാം. പക്ഷേ അവിടെയും ഈ മനുഷ്യൻ അയാളുടെ ചെറുപ്പം മുതലേ സുവിശേഷ ഘോഷണം നടത്തിയിരുന്നതാണ്. അതുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞ വാചകം ഇയാൾക്കും ആപ്ലിക്കബിളാണ്. അവസാന നാളിൽ ആത്മാവ് രക്ഷ പ്രാപിക്കേണ്ടതിന് അവൻ്റെ ജഡത്തെ സാത്താന് ഗിവ് ഇറ്റ് ടു സൈറ്റൻ ഫോർ ഡിസ്ട്രക്ഷൻ ഓഫ് ഹിസ് ബോഡി അങ്ങനെ പറഞ്ഞു.
അദ്ദേഹം ആശുപത്രിയിൽ കിടന്നു, മരിച്ചുപോയി. ഇവിടെയും ഈ മനുഷ്യൻ തേജോമയനായ ഒരു ദൈവദാസനായി വർക്ക് ചെയ്യുന്നതിന് പകരം പണത്തോടുള്ള മോഹം കാരണം സാത്താൻ്റെ പിടിയിലായി, സാത്താൻ്റെ ഒരു ചട്ടുകമായി, കണ്ടിടത്തെല്ലാം വസ്തുക്കളും കോളേജുകളും ആശുപത്രികളും എല്ലാം ഉണ്ടാക്കി ഒടുവിൽ നിഷ്പ്രഭനായി ഈ ചട്ടുകവും കടന്നുപോയി. പിന്നെ ഞാൻ നിങ്ങളോട് പറയുന്നത്, പേരെടുക്കാതെ സ്ഥാനപ്പേരുള്ള 2 പേരുടെ കൂടെ പറഞ്ഞ് ഞാനങ്ങ് നിർത്താം. ഒന്ന് നമ്മുടെ പോപ്പാണ്. പോപ്പെന്ന് പറഞ്ഞാൽ ചക്രവർത്തി, വത്തിക്കാനിലെ ചക്രവർത്തിയാണ് പോപ്പ്. അദ്ദേഹം വലിയ ഒരു കൂട്ടം ക്രിസ്ത്യാനികളുടെ രാജാവാണ്. രാജാവല്ല, ചക്രവർത്തി തന്നെയാണ്. എന്നാൽ അദ്ദേഹത്തെ പിശാച് കണ്ടമാനം ഉപദ്രവിച്ച് എന്താണെന്ന് വെച്ചിരുന്നാൽ, നമ്മൾ രക്ഷ പ്രാപിക്കുന്നതിന് ദൈവത്തിൻ്റെ വചനമല്ലാതെ നമ്മുടെ കയ്യിലൊരു പരിചയമില്ല. ഈ പോപ്പിൻ്റെ കയ്യിൽ ഈ പരിചയമില്ല. അത് കാരണം അദ്ദേഹം എന്ത് പറഞ്ഞെന്നറിയാവോ? സ്ത്രീകളുമായിട്ട് കല്യാണം നടത്തുന്നതും പുരുഷനുമായിട്ട് കല്യാണം നടത്തുകയും ചെയ്ത ആണെങ്കിൽ ബിഷപ്പന്മാർക്ക് അവരെ അനുഗ്രഹിക്കാം. എന്തോ ഒരു വിഡ്ഢിത്തമാണത്. അങ്ങനെ പറയാൻ ഇദ്ദേഹത്തിന് ആരധികാരം കൊടുത്തു? വിശുദ്ധ വേദപുസ്തകം പറയുന്നത് എന്താണ്? സ്ത്രീയും പുരുഷനുമായി ആണ് ബന്ധപ്പെടേണ്ടത്. അല്ലാതെ പുരുഷനുമായോ സ്ത്രീയുമായോ ബന്ധപ്പെടുകയാണ് എങ്കിൽ അത് പൈശാചികമാണ്. അങ്ങനെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പിശാച് അദ്ദേഹത്തെ ഒരു ചട്ടുകമായി ഉപയോഗിച്ച് ഇങ്ങനൊരു കൽപ്പനയും പുറപ്പെടുവിച്ചു. അത് കഴിഞ്ഞ് കാത്തലിക്സിൻ്റെ ചർച്ചസിൽ ഒരുപാട് ഐഡൽസ് ഉണ്ട് എന്ന് ആൾക്കാർ പറഞ്ഞ് മോശമാക്കുന്നത് കൊണ്ട് അദ്ദേഹം ഒരു കാര്യം ചെയ്തു, 2ാം കൽപ്പന തന്നെ അങ്ങ് എടുത്തു കളഞ്ഞു. ഇതെല്ലാം നമ്മൾ പിശാചിൻ്റെ ചട്ടുകമായിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ട് സംഭവിച്ചുകൊണ്ട് ഞാൻ ആ വാക്ക് ഉപയോഗിച്ചതാണ്. അതിൽ ഞാൻ ഖേദിക്കുന്നില്ല. ഒടുവിലത്തെ ഞാൻ പറഞ്ഞു നിർത്താം. കാത്തലിക്കോസ് എന്ന് പറഞ്ഞ ഒരു കൂട്ടം വലിയ നല്ല ആൾക്കാർ, ക്രിസ്ത്യാനികളായിട്ടുള്ളവരുടെ തലവനാണ്. അദ്ദേഹം ഒരു ബിഷപ്പാന്ന് പറയുന്നത് ഓക്കെ. അദ്ദേഹം പറയുന്നത് എന്താണെന്നറിയാമോ? സിംഹാസനത്തിന്മേൽ ആരൂഢനായിരിക്കുന്ന കാതോലിക്കോസ് സോൻസോ എന്നാണ് പറയുന്നത്. ഇത് തികച്ചും പൈശാചികമാണ്. കാരണം പൗരസഭത്തോളം പറയുന്നുണ്ട്, നമ്മൾക്ക് ഈ ഭൂമിയിൽ പൗരത്വം ഇല്ല. നമ്മുടെ പൗരത്വം സ്വർഗത്തിലത്രേ. പൗരത്വം പോലും ഇല്ലാത്ത ആൾക്കാർ നമ്മുടെ യേശുവാണെന്നുണ്ടെങ്കിൽ സിംഹാസനത്തിലല്ലിരുന്നേ, കൊരണ്ടിയേ ഉണ്ടായിരുന്നുള്ളൂ. ആശാരിക്ക് വേണമെങ്കിൽ ഒരു നല്ല കസേര ഉണ്ടാക്കാമായിരുന്നു, പക്ഷെ ഉണ്ടാക്കിയില്ല. അമ്മയെടുക്കെ കൊരണ്ടിയയിലായിരുന്നത്. ഇവിടെ ഇതാ കാതോലിക്കോസ് എന്ന് പറയുന്ന ആൾ സിംഹാസനത്തിൽ ഇരിക്കുകയല്ല, ആരൂഢനായി. അതൊക്കെ വലിയ വലിയ വാക്കുകളാണ്. അവർ സംസാരിക്കുന്ന കൂട്ടത്തിൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു എന്നവർ പറയത്തില്ല. നോം എന്ന് പറഞ്ഞിരുന്നാൽ അതെനിക്ക് മാത്രം, ഞാൻ വലിയ ആളല്ലേ, അതുകൊണ്ട് എനിക്ക് മാത്രം ഉപയോഗിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ടാക്കിയ ഒരു വാക്കാണ് ഈ നോം. ഇതെല്ലാം നിങ്ങൾ സാത്താൻ്റെ കയ്യിൽ ചട്ടുകമാണെങ്കിൽ ദൈവത്തിനെതിരായിട്ട്, വിശുദ്ധ വേദപുസ്തകത്തിനെതിരായിട്ട് നിങ്ങൾ പെരുമാറും. അങ്ങനത്തെ പെരുമാറുന്ന ആൾക്കാരെ പിശാചിൻ്റെ ചട്ടുകങ്ങളെന്ന് വിളിക്കാനാണ് ദൈവം തമ്പുരാൻ എന്നെ ശുശ്രൂഷ വേലയ്ക്ക് വെച്ചിരിക്കുന്നത്. അതിൻ്റെ പ്രകാരമാണ് ഞാനിത് പറഞ്ഞത്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.